ഹലോ എല്ലാവർക്കും ലേലീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യം തന്നെ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇതിനെപ്പറ്റി ഒരു 2 വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. വേറൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടതല്ല. കുറേ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഫ്ലാക്സ് സീഡും ഇരിക്കുന്നുണ്ടായിരുന്നു, ഉലുവയും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേറൊരു മെത്തേഡിൽ ചെയ്തു. അത് കാരണം കൊണ്ട്, അതായത് ഒരു ജെൽ ടൈപ്പ് നമ്മളുടെ തല അധികം മെസ്സി ആവാതെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പത്തിന് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഞാൻ എന്താ പറയുക റിസർച്ച് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ നോക്കി. ഹെയറിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ അങ്ങനെ എൻ്റേതായിട്ടുള്ള എന്താ പറയുക യൂണീക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. റെഫർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം എന്താ പറയുക, മുടി പോയാൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുടി പോയാൽ ഒന്നുമില്ല, എന്നാലും മുടി പോയാലും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഇതാവില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി കണ്ടു. എൻ്റെ വീഡിയോ ഇത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ പാക്ക് ഇട്ടിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. 3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് തല കുളിക്കാറുള്ളൂ. അപ്പോൾ കണ്ടോ, 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ ഷൈനിങ്. കണ്ടോ, എനിക്ക് അതാണ് കൂടുതൽ എന്നെ അങ്ങോട്ട് ആകർഷിച്ചത്. മുടി ഭയങ്കര ഷൈനിങ് ആയിട്ട് നിൽക്കുന്നു കേട്ടോ. ഉലുവ പാക്ക് ഇടുമ്പോൾ എനിക്ക് അങ്ങനെ വരാറുണ്ടെങ്കിലും ഇത്രയും നല്ല ഇതായിട്ട് നല്ല ഇങ്ങനെ ഗുളുഗുളായിട്ട് ഇങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ളതാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മുടി മെസ്സി ആവാതെ മുടി നല്ല അടിപൊളിയായിട്ട് ഗുമ്മായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇത്. ഡെയിലി ഇടാൻ പാടില്ല, ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഇടാനായിട്ട് പാടുള്ളൂ. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല തണുപ്പുള്ളവർക്ക്, അതായത് തണുപ്പ് പറ്റാത്തവർക്ക്, ഈ പോലെ എന്താ പറയുക ഈ തലവേദന, ചെന്നിക്കുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക്, പിന്നെ പെട്ടെന്ന് ജലദോഷം വരുന്നവർ, അങ്ങനെ ഒന്നുമുള്ളവർ അങ്ങനെ ചെയ്യരുത്. ഇത് ഇടരുത്. ഇട്ടാൽ തന്നെ പെട്ടെന്ന് കഴുകളയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. പല മെത്തേഡുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടോ. ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടു. ഒരു 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു. പക്ഷേ ഫ്ലാക്സ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടുള്ളൂ. ദെൻ ആ ഒരു ഗോൾഡൻ കളറിലുള്ള ആ ഒരു വെള്ളമില്ല, അതായത് ഉലുവ എടുക്കാതെ ഉലുവയുടെ വെള്ളം മാത്രം എടുത്തു. വെള്ളം മാത്രം എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് നന്നായിട്ട് സാധാരണ പോലെ തന്നെ നന്നായി തിളപ്പിക്കുക. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പതപത വരില്ലേ, പതപത വരുമ്പോഴത്തേനും ഒന്ന് ഇറക്കി വയ്ക്കുക. അതുപോലെ ഒരു ഒട്ടൽ ഫീലിംഗ് വരും. എന്നിട്ട് നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 7 അകലുള്ളൊരു തുണി എടുത്തിട്ട് അതിൽ കൂടെ ഒന്ന് ചൂടാറുന്നിട്ട് മുന്നേ തന്നെ എടുത്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല, ജെല്ലിയായി പോവും. അപ്പോൾ ഇത് ഇടയിൽ കുറച്ച് ഫ്ലാക്സ് സീഡുകൾ ചാടിപ്പോകുന്നതാണ് കേട്ടോ. ദെൻ ഇതിൻ്റെ കൂടെ ഞാനൊരു എസെൻഷ്യൽ ഓയിൽ, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 തുള്ളി മാത്രം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു ചാത്തൻ സ്മെല്ലാണ്. ആ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടും, പിന്നെ റോസ്മേരി തരംഗമാണല്ലോ ഇപ്പോൾ, അപ്പോൾ അത് കാരണം കൊണ്ട് കേട്ടോ. മുടി വളരെ നല്ലതാണ് കേട്ടോ. റോസ്മേരി എസെൻഷ്യൽ ഓയിലും റോസ്മേരിയുടെ ലീഫും ഒക്കെ ഇട്ടുള്ള സ്പ്രേ ഒക്കെ നല്ല അടിപൊളിയാണ്. ദെൻ ഇത് ഞാൻ കുറേ നേരം ഒരു 3-4 മണിക്കൂർ വെറുതെ വെച്ചതിന് ശേഷം നന്നായി തണുപ്പ് ആയതിന് ശേഷമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഇതുപോലെ ജെല്ലോ അല്ലെങ്കിൽ മാസ്കോ അങ്ങനെ എന്തെങ്കിലും ഇടുമ്പോൾ മുടി നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ 3-4 ദിവസം തല കുളിക്കുമ്പോൾ എന്നാൽ പിന്നെ ഇന്നൊരു പാക്ക് ഇട്ടേക്കാം അങ്ങനെ വിചാരിക്കരുത്. കാരണം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പ് എന്താ പറയുക അഴുക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവാനും ഇളകിപ്പോരാനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ധൈര്യപൂർവ്വം തലയിൽ അപ്ലൈ ചെയ്തു. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ മുടിയിലേക്ക് എടുത്തത്. കാരണം സ്കാൽപ്പിലേക്ക് നന്നായിട്ട് വേണമെന്ന് എനിക്ക് തോന്നി. സാധാരണ ഞാൻ സ്കാൽപ്പിൽ അധികം ഇടാറില്ല. അങ്ങനെ ഇട്ടതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം തലവേദനയായി പിടിച്ചേക്കായിരുന്നു. അപ്പോൾ ഏകദേശം ഇതുപോലെ എല്ലാ സ്ഥലത്തും ആക്കിയതിന് ശേഷം ഞാൻ അമ്മക്കെട്ട് കെട്ടി വെച്ചു. പതുക്കെ ലൂസിൽ കെട്ടി വെച്ചു. ദെൻ 4 മണിക്കൂർ ഇട്ടു. അത് കാരണം കൊണ്ടാണ് പ്രശ്നമായത്. പക്ഷേ അത് കാരണം കൊണ്ട് കൂടിയായിരിക്കാം മുടി നല്ല സ്മൂത്തി ആൻഡ് സിൽക്കി ആയത് കേട്ടോ. അപ്പോൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു മുടിയാണ് ഈ കാണുന്നത്. ഇത് അടുത്ത വാഷിൽ, അതായത് ഞാൻ നോർമലായിട്ടുള്ളൊരു വാഷിൽ ഈ ഒരു സംഭവം പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും അതുവരയ്ക്കും എനിക്കിങ്ങനെ ഇട്ട് ആട്ടി നടക്കാമല്ലോ. അപ്പം എനിക്ക് സംഗതി ഈ സംഭവം ഞാൻ എത്ര നേരം ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ 4:30-4:45 സമയത്ത് ഇട്ടിട്ട് ഞാൻ 6:30-6:45 7 മണി സമയത്താണ് ഞാൻ ഈ ഒരു സംഭവം തലേന്ന് വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഏകദേശം മഞ്ഞ് പെയ്യണ സംഭവമായിരുന്നു. മഞ്ഞ് പെയ്യുന്ന സീസണായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് തലയിൽ ഈ ഉലുവ ഇട്ട് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് തലവേദന വരും, എനിക്കറിയാം. എന്നാലും ഞാൻ ആ തലയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഓരോ പണികളെടുത്ത് ഞാൻ ആ കാര്യം മറന്നുപോയി. സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം തൊട്ട് അതായത് 24 മണിക്കൂർ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാൻ 2 ഡോള കഴിച്ചു.
കിഡ്നിയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും 2 ഡോളോ കഴിച്ചു ഞാൻ. എന്നിട്ട് എനിക്ക് തലവേദന മാറണമെന്നില്ല. എനിക്കറിയാം എൻ്റെ തലവേദന ആ ഒരു ഇതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാൽ അത് മാറുള്ളൂ എന്ന്. എന്നാലും പോലും ഞാൻ പാക്ക് ഇടും. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഉലുവ പാക്ക്. ഉലുവ പാക്കാണ് ഞാൻ ഇടാറുള്ളത് മെയിനായിട്ട്. ഉലുവ നമ്മുടെ മുടിക്ക് അടിപൊളിയാണ്. എന്നിട്ടും എൻ്റെ മുടി എന്തുകൊണ്ട് ഇങ്ങനെ ശോഷിച്ച് ഇങ്ങനെ ഒരു ജാതിയായിട്ട് ഇരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് എന്ത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇൻടേക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഡോക്ടറൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിലോ ഡോക്ടറെ കാണാൻ മടിയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണാമെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും ഞാൻ എൻ്റെ മുടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സ്കിന്നും ശ്രദ്ധിച്ചുകൊണ്ട് വരുന്നു. കാരണം ടാനൊക്കെ ഒരുവിധം നന്നായി മാറി വരുന്നു. ഈ കൈയും ഇപ്പോഴും ആ കളർ ഡിഫറൻസ് ഉണ്ട്. ഈ കൈയാണ് ഏറ്റവും കൂടുതൽ വെയിലടിക്കാറ്. അത് കാരണം കൊണ്ട് ഈ കൈ മാറിക്കഴിഞ്ഞാലാണ് എനിക്ക് ശരിക്കും എൻ്റെ 2 കൈയും 2 കളറായിരുന്നു. മുഖം പിന്നെ പറയേ വേണ്ട, വലിയ സ്കിന്നും. പിന്നെ അതുപോലെ തന്നെ ഒരൊറ്റ വെയിലടിച്ച് കഴിഞ്ഞാൽ ഞാൻ കറുത്ത കരിവാളിച്ച് സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളാവും. അതാണ് ഇപ്പം നമ്മളിപ്പോൾ ഓരോ പാക്ക് ചെയ്യുന്നത് വെളുക്കാനും തുടുക്കാനും ഇതാക്കാനും വേണ്ടിയിട്ടില്ല. നമ്മുടെ ടാൻ മാറിയിട്ട് ആ ഒരു ഫ്രഷ് ലുക്ക്, നല്ല ഗ്ലോയി ലുക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്കിൻ, അതാണ് എൻ്റെ സ്വപ്നം. ഉണ്ടാവോ എന്തോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ കൂടിയിട്ടാണ് ഞാൻ എന്നാൽ പിന്നെ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഞാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കംപ്ലീറ്റ് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതിലേക്കും